യമാൽ, താങ്കൾ എന്തൊരു മനുഷ്യനാണ്. 19കാരനായ നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പൊട്ടിമുളച്ച ചങ്കൂറ്റത്തിൻ്റെ ഒരണുമണി പോലും ഇവിടെ ആർക്കും ഇല്ലടാ. അധികാര കസേലിരുന്ന് വീമ്പ് പറയുന്ന അഹങ്കാരത്തിൻ്റെ പല ശക്തികളും എതിർക്കാൻ പോലും മടിച്ച രാഷ്ട്രീയ ശക്തിക്കെതിരെ നിലകൊണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇസ്രായേല് തീനഗരമാക്കി മാറ്റിയ, കൊന്നൊടുക്കിയ ഒരു ജനതയ്ക്ക് വേണ്ടി സംസാരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇസ്രായേല് തീ തുപ്പിയ 10,000-കണക്കിന് കുരുന്നുകൾ തങ്ങൾ എന്തിനു മരിക്കുന്നു എന്ന് പോലും അറിയാതെ ചോരക്കളമായി മാറിയ ഒരു സ്ഥലത്തിനു വേണ്ടി ലോകത്തിലെ ഏറ്റവും വലിയ കായിക ഇവന്റായ ഫിഫയിൽ അവർക്ക് വേണ്ടി പച്ചപ്പരവതാനിയിൽ സംസാരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഫലസ്തീനിലെ ചില നഗരങ്ങളിലൂടെ നടന്നാൽ നമുക്ക് കാണാൻ സാധിക്കും അവിടുത്തെ ചോരക്കളമായി മാറിയ മതിലുകളിൽ ചങ്കൂറ്റത്തോടെ നിലകൊണ്ട ആണൊരുത്തനായ ഒരു 19കാരൻ്റെ ചുവർ ചിത്രങ്ങൾ. എതിരാളികളുടെ പോസ്റ്റിൽ വെടിയുണ്ടകൾ പോലെ ഗോളുകൾ വർഷിക്കുമ്പോഴും 304 എന്ന ആംഗ്യത്തോടു കൂടി തനിക്ക് ജീവിക്കാൻ അതിജീവനത്തിന്റെ ഒരു നുറുങ്ങുവട്ടമെങ്കിലും കാണിച്ചു കൊടുത്ത ജനതയെ ഒരിക്കലും അയാൾ മറന്നിരുന്നില്ല. കാൽപന്ത് കളിയുടെ സ്വന്തം ദൈവം തൊട്ടനുഗ്രഹിച്ച ലാമിൻ യമാൽ എന്ന മഹാമാന്ത്രികൻ ഇനി സ്പെയിനിന്റെ മാത്രം രാജാവല്ല, ലോക ജനതയുടെ അതിജീവനത്തിന്റെ രാജാവ് കൂടിയാണ്.